എന്തുകൊണ്ടാണ് ബി.ഫാം ഗ്രാജുവേറ്റ്സും എം.ഫാം ഗ്രാജുവേറ്റ്സും ഈവൻ PhD ഹോൾഡേഴ്സ് വരെ ഗവൺമെന്റ് ഫാർമസിസ്റ്റ് ജോബിന് പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഡി.ഫാം ക്വാളിഫിക്കേഷൻ മാത്രം ആവശ്യമായിട്ടുള്ള ഈ ഒരു ഗവൺമെന്റ് ജോബിലോട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് PhD ഹോൾഡേഴ്സും എം.ഫാം ഗ്രാജുവേറ്റ്സും ബി.ഫാം ഗ്രാജുവേറ്റ്സും ഒക്കെയാണ്. ഗവൺമെന്റ് ഫാർമസിസ്റ്റ് പോസ്റ്റ് യൂഷ്വലി ഗ്രേഡ് 2 അപ്പോയിന്റ് ആകുക. ഡിപ്ലോമ ഇൻ ഫാർമസിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. സാലറി ഒരു 36,000 മുതൽ 76,000 വരെയൊക്കെ കിട്ടും. പിന്നെ DA അലവൻസ് ഒക്കെ ഉണ്ടാവും. കാലക്രമേണ ഇൻക്രിമെന്റ്സ്, ഗ്രേഡ് പ്രൊമോഷൻ, അതായത് ഗ്രേഡ് 2 1 പിന്നെ ഹയറാർക്കി നോക്കുകയാണെങ്കിൽ സ്റ്റോർ കീപ്പർ, സ്റ്റോർ സൂപ്രണ്ട്, സ്റ്റേറ്റ് സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസർ വരെ പോകും. സംഭവമൊക്കെ ഉഷാറല്ലേ? ബട്ട് ഹിയർ ഈസ് ദ ഐറണി. 2 കൊല്ലം കൊണ്ട് D.ഫാം തീർത്തവരും 4 മുതൽ 8 കൊല്ലം കൊണ്ട് B.ഫാം, എം.ഫാം, PhD ഒക്കെ പഠിച്ചവരും എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങും. ഈ 4 മുതൽ 8 വരെ പഠിച്ച ആളുകളുടെ എക്സ്ട്രാ നോളജ് ഇൻ ഡ്രഗ് ഇൻട്രാക്ഷൻ, ഫാർമക്കോളജി, ഫാർമസി പ്രാക്ടീസ് അതൊക്കെ വെറുതെ ആവും. ഇതൊന്ന് ഇമാജിൻ ചെയ്യാൻ, നിങ്ങളൊരു ഗവൺമെന്റ് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഡോക്ടർ നിങ്ങൾക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ തന്നു. അമോക്സിസിലിൻ ക്ലവലാനിക് ആസിഡ് 625 ഹാഫ് കൊടുക്കണം, പൊട്ടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ആ ടാബ്ലറ്റ് അറിയാം, അതൊരു ഫിലിം കോട്ടഡ് ടാബ്ലറ്റ് ആണ്. അത് പൊട്ടിച്ച് അതിൻ്റെ പൊട്ടൻസി നഷ്ടപ്പെടും. പക്ഷേ നിങ്ങൾക്ക് ആ ഡോക്ടറെ പോയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ബിക്കോസ് യു ആർ ജസ്റ്റ് എ ഫാർമസിസ്റ്റ്. ഇതാണ് ഇന്ന് എല്ലാ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുമാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം. ഇവിടുത്തെ മെയിൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാം. നമ്മൾ സ്റ്റുഡൻസിന് ലക്ഷക്കണക്കിന് രൂപ ഒക്കെ കൊടുത്ത് പഠിപ്പിച്ച് ഹയർ ഡിഗ്രീസൊക്കെ ഫാർമസിയിൽ വാങ്ങിയിട്ട് കേരളത്തിൽ DI കഴിഞ്ഞിട്ടുള്ള ഒരു മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഗവൺമെന്റ് പോസ്റ്റിന് വേണ്ടത് ഡിപ്ലോമ ഇൻ ഫാർമസി ആണ്. ഈ ഗവൺമെന്റ് ഫാർമസിസ്റ്റ് ജോബിന്റെ ഏറ്റവും വലിയ പോസ്റ്റ് എന്നൊക്കെ ഇപ്പോൾ റിട്ടയർഡ് ആകുന്ന ആളുകളുടെ സാലറി എന്ന് പറയുന്നത് അതൊരു വലിയ സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ഫാർമസിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്താൽ പോരെ? ഓരോ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും PhD ഹോൾഡേഴ്സും എം.ഫാം ഗ്രാജുവേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള പോസ്റ്റുകൾ എന്താണ് വരാത്തത്? നമ്മുടെ സിസ്റ്റം ഇവോൾവ് ചെയ്യേണ്ടതായിട്ടില്ലേ? ഒന്നുകിൽ ക്വാളിഫിക്കേഷൻ ബാർ റൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഡിഗ്രീസിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് പോസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇറ്റ്സ് ടൈം ടു റീതിങ്ക് ഫാർമസി എഡ്യൂക്കേഷൻ ആൻഡ് ജോബ് സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ. നല്ല പേഷ്യന്റ് കെയർ കിട്ടണമെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ നോളജിന് വാല്യൂ കൊടുക്കണം, വെറും ക്വാളിഫിക്കേഷന് മാത്രമല്ല. വാട്ട് ഡു യു തിങ്ക്? ഗവൺമെന്റ് ഫാർമസിസ്റ്റ് പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യണ്ടേ? ഡ്രോപ്പ് യുവർ കമന്റ്സ് ബിലോ ആൻഡ് ടാഗ് എ ഫാർമസിസ്റ്റ് ഹു ഡിസേർവ്സ് മോർ റെക്കഗ്നിഷൻ.